വർഷം 1979. ചലച്ചിത്ര അഭയാർത്ഥികളുടെ മോഹഭൂമിയായ മദിരാശിയുടെ വറച്ചൂടിലേക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും കമൽ എന്ന ചെറുപ്പക്കാരൻ വണ്ടി കയറി. സ്വപ്നങ്ങൾ മാത്രം മൂലധനമായ, ഒരേ സമയം സ്വാതന്ത്ര്യവും അരക്ഷിതാവസ്ഥയും സമ്മാനിച്ച വൈരുദ്ധ്യകാലം. എൻ്റെ ബന്ധുവായിരുന്നു ബഹദൂർ, ആക്ടർ ബഹദൂർ. എൻ്റെ ഫാദറിനോട് ബഹദൂറിൻ്റെ കാര്യം പറഞ്ഞ്, ബഹദൂറിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഫാദർ പറഞ്ഞ് ഞാനത് പറയില്ല എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഫാദർ, അന്ന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അമ്മാവൻ തന്നെയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും ബഹദൂറും തമ്മിൽ വളരെ ക്ലോസ് ആണ്. അദ്ദേഹമാണ് ബഹദൂറിൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ബഹദൂർ ആദ്യം എതിർത്തു. കാരണം സിനിമ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ജീവിതം പോക്കാണെന്നുള്ള രീതിയിൽ എന്നെ നിരുത്സാഹപ്പെടുത്തിയാണ്. പക്ഷെ ഞാൻ എൻ്റെ വഴി ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ മദ്രാസിലേക്ക് ചെല്ലുകയും ബഹദൂറിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം പെട്ടിയൊക്കെ ഇട്ട് കയറി ചെല്ലുകയും ചെയ്തത്. അദ്ദേഹം എന്നോട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് തന്നിട്ട് തിരിച്ചയക്കാൻ എന്നെ ഒരു ശ്രമമൊക്കെ നടത്തി അദ്ദേഹം. പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഉള്ളിലുണ്ടായിരുന്നു. അത് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് അവിടുത്തെ അടുത്തൊരു ഉമാ ലോഡ്ജ് ഉണ്ട്. ഉമാ ലോഡ്ജിൽ പോയി താമസിച്ച് അവിടെ നിന്ന് സ്വന്തമായിട്ടൊരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ബഹദൂറിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എ.ബി. രാജൻ്റെ കൂടെയാണ് ഞാൻ മദ്രാസിൽ നിന്നിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത്. ആദ്യം ഐ.വി. ശശിയുടെ കൂടെ, ഐ.വി. ശശി മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയതാണ്. പക്ഷേ അദ്ദേഹം, ഐ.വി. ശശി സത്യത്തിൽ എനിക്ക് വല്ലാത്ത ഒരു പ്രോത്സാഹനം തരികയും വരാനൊക്കെ പറയുകയും ചെയ്തു. മദ്രാസിലെ സത്യ സ്റ്റുഡിയോയിലാണ് അന്ന് ഷൂട്ടിംഗ് നടക്കുക. അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്നുള്ള പടം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ബഹദൂർ പറഞ്ഞിട്ടാണ് ഐ.വി. ശശിനെ ഞാൻ കാണുന്നത്. കണ്ടിട്ടാണ് ഐ.വി. ശശി പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ സത്യ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടെ അലാവുദ്ദീൻ അത്ഭുതവിളക്കിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ അന്ന് ഐ.വി. ശശിയുടെ കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ പേര് പറയുന്നില്ല. ഐ.വി. ശശി ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹം, ശശി സാറ് വളരെ സ്നേഹത്തോടുകൂടി എന്നോട് പറയും. ഞാൻ അദ്ദേഹത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് വാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരക്കിലേക്ക് അങ്ങ് പോയി. ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്നോട് ജാട കാണിച്ച് എൻ്റെ ഫ്ലോറിൽ പോലും കയറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം മുഴുവൻ ഞാൻ പുറത്ത് നിന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഐ.വി. ശശി തിരക്കിട്ട് കാറിൽ കയറി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിഷ് ചെയ്ത് അദ്ദേഹം കണ്ടില്ല. നെക്സ്റ്റ് ഡേ ഞാൻ വന്നപ്പോഴേക്കും ഞാൻ ബസ്സൊക്കെ കയറി കഷ്ടപ്പെട്ടിട്ടാണ് സത്യ സ്റ്റുഡിയോയിൽ ചെല്ലുന്നത്. അടയാറിലാണ് ഈ സത്യ സ്റ്റുഡിയോ. ഞാൻ കോടമ്പാക്കം ഭാഗത്ത് താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല ആദ്യം. അവസാനം പ്രൊഡക്ഷനിലെ ആൾക്കാരോട് പറഞ്ഞ് ഞാൻ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അസോസിയേറ്റ് ഡയറക്ടർ വന്നു. നിങ്ങളോട് ഇന്നലെ പറഞ്ഞാൽ അകത്ത് കയറാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഇത് പഠിക്കണമെന്ന് വെച്ചിട്ടാണല്ലോ വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെല്ലുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ ഈഗോ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു ഇതെന്നുള്ള രീതിയിലല്ല ഞാനും നിന്നത്. ഞാൻ കുറച്ച് ജാടയിൽ തന്നെ നിന്നു. രണ്ടാമത്തെ ദിവസം എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. കാരണം ഞാൻ അങ്ങനെ സിനിമ പഠിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെയാണ് എ.ബി. രാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യും. എ.ബി. രാജ് സാറിൻ്റെ കൂടെ കുറച്ചും കൂടി ഫ്രീഡത്തോടുകൂടി വർക്ക് ചെയ്ത് അദ്ദേഹം ആ രീതിയിലുള്ള സിനിമ എടുക്കണമെങ്കിൽ പോലും. പക്ഷെ എനിക്ക് അന്ന് അത്തരം സിനിമകളോട് ഭയങ്കര പുച്ഛമായിരുന്നു. അതാണ് വേറെ തമാശ. കാരണം എൻ്റെ മനസ്സിൽ ഈ ആർട്ട് സിനിമ ഇങ്ങനെ തലയിൽ കയറിയിട്ട് ആ ടൈപ്പ് സിനിമ എടുക്കുള്ളൂ എന്നുള്ളൊരിതാണ്. ആ കാലഘട്ടത്തിലാണ് ഞാൻ പി.എൻ. മേനോൻ സാറെ പരിചയപ്പെടുന്നത്. അത് എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു അത്താണിയായിരുന്നു. കോടമ്പാക്കം എന്ന വിശ്വപാഠശാല ജീവിതത്തിൻ്റെ വൃത്തിക്ഷയ കാഴ്ചകൾ തുറന്നുവച്ചു. വാണവരും വീണവരും കമൽ എന്ന ചെറുപ്പക്കാരൻ്റെ അനുഭവ പുസ്തകത്തിൽ നിരന്തരം തങ്ങളുടെ സാന്നിധ്യം പതിപ്പിച്ചുകൊണ്ടിരുന്നു. ഉമാ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ആദ്യം താമസിക്കുന്നത്. അന്ന് കൊച്ചിൻ ഹനീഫ, മണിയമ്പിള്ള രാജുവൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അന്ന് മണിയമ്പിള്ള രാജു ആയിട്ടില്ല, സുധീർ കുമാറാണ്. അതിനുശേഷമാണ് മണിയമ്പിള്ള എന്നുള്ള പടം വന്നത്. അതിനുശേഷം രാജു വന്നു. കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്തിയിട്ട് താമസിക്കുന്ന സമയത്താണ് ഞാൻ മുതുകുളം രാഘവൻ പിള്ളയെ കണ്ടത്. അത് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാലൻ്റെ തിരക്കഥ എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ തിരക്കഥാകൃത്തിനെ കണ്ടൊരു അനുഭവം. അന്ന് അവശകലാകാരന്മാർക്കുള്ള പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം പോസ്റ്റ് ഓഫീസിൻ്റെ സിമൻറ്റ് ബെഞ്ചിൽ കാത്തിരുന്നൊരു അനുഭവം. അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവമാണ് ബാലൻ്റെ എഡിറ്ററായിരുന്ന വർഗീസേട്ടനുണ്ട്. അന്ന് കോടമ്പക്കത്തെ മലയാളി സിനിമാക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു ആർ.കെ. ലാബ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു അസ്തമയ കാലഘട്ടമാണെങ്കിൽ പോലും അന്നത്തെ മലയാള സിനിമകൾ കൂടുതലും നടന്നിരുന്നത് ഈ ആർ.കെ. ലാബിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ കാണും. എഡിറ്റർ രവി, ത്രാസിൻ്റെ എഡിറ്റർ അദ്ദേഹമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ടി.വി. ചന്ദ്രൻ, പവിത്രൻ, എൻ്റെ അമ്മാവനിടക്ക് വരും, ജോൺ അബ്രഹാമിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം അവിടെ വരുമായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദ ഒരു സംഘം അവിടെ ഉണ്ടാകുമായിരുന്നു. ഇവരായിട്ടൊക്കെ ഒരു പരിചയപ്പെടാനും ഇവരായിട്ടൊക്കെ ഇടപെടാനുമുള്ളൊരു അവസരം ഉണ്ടായി. ഞാൻ ജീവിതത്തിൽ ആദ്യവും അവസാനവും ഒരിക്കൽ മാത്രം കണ്ട രാമു കരിയാട്ട്, അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഈ ആർ.കെ. ലാബിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ആ സമയത്ത് ഈ ബാലൻ്റെ എഡിറ്ററായിരുന്ന വർഗീസേട്ടൻ എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് അവിടെ കയറി വരും ലാബിലേക്ക്. പഴയ പിന്നിയ ഒരു ചെരുപ്പ് വിട്ട്, വള്ളി ചെരുപ്പ് വിട്ട്
കീറിയ അല്ലെങ്കിൽ ഒരു പഴയ മുഷിഞ്ഞ പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഈ കോടമ്പക്കത്ത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര ചൂടായിരിക്കും. ആ ചൂടത്ത് ഇദ്ദേഹം ഒരു പഴയ ബാഗുമായിട്ട് കയറി വരും. ഈ എഡിറ്റിംഗ് റൂമുകളിലേക്ക് പോകും. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം സ്റ്റോക്ക് ഷോട്ട് വർഗീസേട്ടനാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഷോട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത്. ഈ പഴയ സ്റ്റോക്ക് ഷോട്ട് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, പഴയ ചില വിഷ്വൽസ്, സൺറൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ ട്രെയിൻ പോകുന്ന ഷോട്ട്, കാറ് മറിയുന്ന ഷോട്ട്, ഇതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, നെഗറ്റീവും പോസിറ്റീവും. ഇത് വിൽക്കാൻ വേണ്ടി നടക്കുന്ന ആളായിട്ടാണ് ഞാൻ ഈ പാവം വർഗീസേട്ടനെ കണ്ടിട്ടുള്ളത്. മലയാളത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ സിനിമയുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് മുഖങ്ങളെ ഞാൻ ഈ കോടമ്പകത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ ചെന്ന സമയത്ത് അന്ന് അവിടെ മദ്യനിരോധനമുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ മദ്യം കിട്ടില്ല. അപ്പോൾ ഈ അരാജകവാദികളുടെ ഒരു കേന്ദ്രവും കൂടിയായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. ഈ ജോൺ പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മാവൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ഉമാ ലോഡ്ജിൽ നിന്ന് ഞാൻ മാറി പിന്നീട് രാം തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് താമസം മാറ്റിയ ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ എൻ്റെ മുറി ഇവരുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. അവിടെയാണ് അന്ന് ഈ മദ്യം കിട്ടാത്തതുകൊണ്ട് ഒരു ഭരണി സ്റ്റുഡിയോൻ്റെ ബാക്കിൽ ഒരു ചിന്നതുരയുടെ വാറ്റ് കേന്ദ്രം ഉണ്ടായിരുന്നു. ഈ വാറ്റ് സ്ഥലത്ത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ജോണും എൻ്റെ അമ്മാവനും അടക്കമുള്ള നമ്മുടെ ടി വി ചന്ദ്രനോട് അടക്കമുള്ള ആൾക്കാരൊക്കെ ക്യൂ നിന്ന് എന്തനുസരണമായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മാതിരി തന്നെയാണ് ഇവർ. ജോണിനെയൊക്കെ ഡിസിപ്ലിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ നിൽക്കുന്നതാണ്. ഈ ചിന്നതുരയുടെ അത് വലിയൊരു ഗ്ലാസ്, സർബത്ത് ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിലാണ് ഇത് ദൈവം കൊടുക്കുക. ഇത് ഇങ്ങനെ വലിച്ച് കുടിച്ചിട്ട് വീണ്ടും ക്യൂവിൽ പോയി നിൽക്കും ബാക്കിൽ. അപ്പോഴേക്കും ഒരു 10-20 പേര് വേറെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അടുത്ത ക്യൂ എത്തുമ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നത്. ആ സമയത്തൊക്കെ തന്നെയാണ് ഞാൻ ശ്രീനിവാസനെ അവരൊക്കെ പരിചയപ്പെട്ടത്. ശ്രീനി വന്ന് കോടമ്പക്കത്ത് ഒരു അന്തേവാസിയാണ്. ശ്രീനിയുടെ ഒരു ലോകം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഈ പറഞ്ഞ ഒരു സിനിമാ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യനന്ദിക്കാട് വേറൊരു സ്ഥലത്ത്, സത്യനന്ദിക്കാടും ചന്ദ്രകുമാരൊക്കെ വേറൊരു സ്ഥലത്താണ്. അത് പോണ്ടി ബസാറിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അന്ന് ഞാൻ കാവൽമാടം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് കഥ എഴുതിയിരുന്നു. അത് ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത എഴുതുകയാണ്. അതിൻ്റെ കഥ എൻ്റെ ആയിരുന്നു. ഡോക്ടർ ബാലകൃഷ്ണനാണ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ സത്യത്തിൽ ഈ കമേഴ്ഷ്യൽ സിനിമകളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അന്ന് തോന്നിയൊരു വ്യത്യാസം, ഈ നമ്മൾ പറയുന്ന സോക്കോൾഡ് ആർട്ട് സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നതിൻ്റെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരുപാട് കള്ളനാണയങ്ങളുണ്ടായിരുന്നു. സിനിമ അറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ട്, ഇന്നിപ്പോൾ ചില ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെ ചില ആൾക്കാർ, അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്, അവർ കാട്ടിക്കൂട്ടുന്ന ഒട്ടും ആത്മാർത്ഥമില്ലാത്ത ഒരു സിനിമ മേക്കിങ്ങും ഞാൻ അത് കാണുകയും അപ്പുറത്ത് ഈ കമേഴ്ഷ്യൽ സിനിമ നസീസാറും മധുസാറൊക്കെ അഭിനയിക്കുന്ന, ജയനൊക്കെ അഭിനയിക്കുന്ന കമേഴ്ഷ്യൽ സിനിമ വളരെ ഡിസിപ്ലിൻഡായിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ കൃത്യമായ പ്രൊഫഷണലിസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാച്ച് ചെയ്തപ്പോഴാണ് സിനിമയ്ക്ക് അങ്ങനെ ആർട്ട് കമേഴ്ഷ്യൽ എന്നുള്ളൊരു ഇതില്ല, നമ്മുടെ സ്വപ്നത്തിലുള്ള സങ്കല്പത്തിലുള്ള സിനിമ എടുക്കുക, അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുമായിട്ട് സംവദിക്കേണ്ട സിനിമയായിരിക്കണം എന്നുള്ളൊരു എനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയും ഞാൻ കച്ചവട സിനിമയുടെ ഭാഗത്ത് അതിൻ്റെ കൂടെയൊക്കെ സഹകരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ചലച്ചിത്ര സ്വപ്നങ്ങളെ വെല്ലുന്ന മറ്റൊരു കിനാവ് സമാന്തരമായി കമലിനെ തണുപ്പിച്ചുകൊണ്ടിരുന്നു. മുറപ്പെണ്ണ് കൂടിയായ സബുറയുമായുള്ള അനുരാഗത്തിന്റെ കുറിപ്പുകളുടെ കാലം. ഈ കാലഘട്ടത്തിലൊക്കെ അന്ന് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ടില്ല. അന്ന് എൻ്റെ അമ്മാവൻ്റെ മകളാണ് കോളേജിൽ പഠിക്കുക. അന്ന് വിമല കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. പിന്നെ വിമല കോളേജിൽ തന്നെ PGക്ക് ചേർന്നു. ഈ സമയത്ത് ഞാൻ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ വിമല കോളേജ് ഹോസ്റ്റലിൽ പോയിട്ട് വൈഫിനെ കാണുക. അങ്ങനെ ഒരു അറേഞ്ച് ലവ് മാരേജാണ്. ഞങ്ങൾ അങ്ങനെയാണ് അതിന് പറഞ്ഞത്. എൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്നെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കും, അവളെ തന്നെയാണ് കല്യാണം കഴിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു, അവൾക്കുണ്ടായിരുന്നു, വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എതിർപ്പൊന്നും വീട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഞാൻ 2-3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് കാണുന്നതിന് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള സമയങ്ങളിൽ ഞാൻ കോടമ്പക്കത്താകുമ്പോൾ കത്തുകൾ അയക്കലായിരുന്നു. അന്ന് ടെലിഫോണൊന്നും ഇതില്ല, മൊബൈലൊന്നുമില്ല. ഈ കത്തുകൾ എൻ്റെ കോടമ്പക്കം അനുഭവങ്ങളായിരുന്നു. അല്ലാതെ പ്രണയവും ഐ ലവ് യു എന്നോ മിസ് യു ഇടാന്നുള്ള ആ ലൈനൊന്നുമല്ല. എൻ്റെ കോടമ്പക്കം ജീവിതം ഒരു ഡയറി കുറിപ്പ് പോലെയാണ് ഞാൻ ഓരോ കത്തുകളിൽ അയച്ചിരുന്നത്.